സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനെട്ടിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. യെശയ്യാവ് 7:9 വാക്യം. യഹൂദ രാജാവായ ആഹാസും അവരുടെ ജനവും ഭയപ്പെട്ടു. അവരുടെ ഹൃദയം കാടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഒളിയുന്ന പോലെ ഒളിഞ്ഞുപോയി. യെശയ്യാവ് 7:9 വാക്യം. ഇസ്രായേലിനെ അരാമിലെയും രാജാക്കന്മാർ സഖ്യത്തിൽ ഏർപ്പെട്ടുവെന്നും അവരുടെ സംയുക്ത സൈന്യം തങ്ങൾക്കെതിരായി യഹൂദയിലേക്ക് നീങ്ങുകയാണെന്നും അവർക്കറിയാമായിരുന്നു. ശത്രുപരമായ പദ്ധതികൾ നടക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം പ്രോത്സാഹിപ്പാൻ ദൈവം യെരൂശലേമിനെ യേശാവിനെ ഉപയോഗിച്ചെങ്കിലും വിഡ്ഢിയായ നേതാവ് ഭയത്തോടെ അശ്വര്യമായി സൗഖ്യം ഉണ്ടാക്കുവാനും മഹാശക്തൻ രാജാൻ കീഴടങ്ങുവാൻ തീരുമാനിച്ചു. 2 രാജാക്കന്മാർ 16-7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ കൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസമില്ല. യെശയ്യാവ് 7 എന്ന് പ്രഖ്യാപിച്ച ദൈവത്തിൽ അവൻ വിശ്വസിച്ചില്ല. ഇന്ന് വിശ്വാസം കൊടുത്ത് നിനക്കത് എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിപ്പാൻ എബ്രായ ലേഖനത്തിൽ എഴുത്തുകാരൻ നമ്മെ സഹായിക്കുന്നു. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്താൽ വിശ്വസ്തനല്ലോ. യേശുവിനെ ആശ്രയിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തനാക്കും. നമുക്ക് പിന്മാറാതെ മുന്നോട്ട് പോകാം. എപ്പോഴാണ് നിങ്ങളെ വിശ്വാസത്തെ വെല്ലുവിളികൾ നേരിട്ടത്? ഉറച്ചു നിൽപ്പാൻ ദൈവം നിങ്ങളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? പിതാവേ, എനിക്ക് ആവശ്യമുള്ള വിശ്വാസവും അങ്ങ് നൽകുന്നതിലൂടെ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നിനക്ക്. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.